ഹായ്, അങ്ങനെ ക്രിസ്മസ് ആകാറായി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. ഓർമ്മ വെച്ച കാലം മുതലേ നമ്മളുടെ വീട്ടിൽ സ്റ്റാർ ഇടാറുണ്ട്. പണ്ട് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പേപ്പർ സ്റ്റാർ ആയിരുന്നു. ഞാനും അച്ഛനും കൂടാണ് സ്റ്റാർ തൂക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്യുന്നത്. അച്ഛയ്ക്ക് ഇതിനെപ്പോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റ് ആണ് ഇതിനോടൊക്കെ. ചിലപ്പോൾ അച്ഛയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും എനിക്കും കിട്ടിയിരിക്കുന്നത്. സ്റ്റാർ തൂക്കിടുന്നപ്പോഴത്തേക്കും പണ്ട് അച്ഛൻ സ്റ്റാർ ഉണ്ടാക്കിയ കഥ പറയുമായിരുന്നു. പണ്ട് ഈ മടലെടുത്തിട്ട് അതിൻ്റെ മുകൾ വശം കനം കുറച്ച് ചെത്തി ഒരേ നീളത്തിൽ ചെത്തിയെടുത്ത് അത് സ്റ്റാറിൻ്റെ ഷേപ്പാക്കി അതിൽ കളർ പേപ്പറോ ബട്ടർ പേപ്പറോ വെച്ച് ഒട്ടിക്കും. അതിൻ്റെ ഒരു ഭാഗം മാത്രം ഒട്ടിക്കാതിരിക്കും. എന്നിട്ട് ചിരട്ടയ്ക്കകത്ത് മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ ഒക്കെ വെച്ച് കത്തിച്ചിട്ട് ആ ഭാഗം അടച്ച് അതൊക്കെ കയറ് വലിച്ച് മുകളിലെത്തിക്കും. അടുത്ത ദിവസമാകുമ്പോൾ വീണ്ടും താഴെ ഇറക്കും, മെഴുകുതിരി എത്തിക്കും, ഇതുപോലെ വലിച്ച് മുകളിൽ കയറ്റും. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നതാണ് പറയുന്നത്. കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ. നമുക്കിവിടെ വലിച്ചേറ്റം മരവില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം ഉള്ള സ്റ്റാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്നത് 2-3 കൊല്ലമായ സ്റ്റാറാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാറും കൂടെ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം ഇടാനായിട്ട് എടുത്തപ്പോഴത്തേക്കും ഷോർട്ടായിപ്പോയി. ഈ പ്രാവശ്യം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറും ബോൾസും ക്രിസ്മസ് ട്രീയും ഒക്കെ നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇത്ര ഭംഗിയിലും ഇത്ര എഫേർട്ടും എടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാറും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ വീടൊക്കെ അലങ്കരിച്ച് കാണുമ്പോഴത്തേക്കും പ്രത്യേക ഒരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ സാധിക്കട്ടെ. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.